ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറെ വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, നമുക്കിന്ന് പ്രധാന സന്ദേശം നൽകുന്ന ഏറ്റവും ആദരണീയനായ ഷിബു പീഡിയക്കൽ പാസ്റ്റർ, സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ സഭ ഹാശാഴ്ചയുടെ തീവ്രമായ പരിശീലനത്തിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ കഴിഞ്ഞ നാളുകളെ കുറിച്ച് ചിന്തിക്കുവാൻ, യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുവാൻ, അവനെ കൂടുതൽ രുചിച്ചറിയുവാൻ ഒരവസരം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല. ദൈവം ഒരു വർഷം കൂടെ നമുക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്ത് ധ്യാനിക്കുവാൻ നമുക്കൊരവസരം കൂടെ തന്നിരിക്കുകയാണ്. കൂടുതൽ കർത്താവിൽ ബലപ്പെടുവാൻ, അവനെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാൻ, അവനെ രക്ഷിതാവും കർത്താവുമായി ജീവിതത്തിൽ പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് ഈ കൺവെൻഷനൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവർ, ഞാൻ കൂടുതൽ ആമുഖം പറഞ്ഞു നീട്ടുന്നില്ല. കാരണം നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ വേദപുസ്തകം വളരെ വളരെ കാര്യമായി, വളരെ നമ്മുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന വിധത്തിൽ, നമ്മുടെ ഹൃദയസ്പർശിയായി തന്നെ നമ്മളോട് സംസാരിക്കുവാൻ പ്രാപ്തിയുള്ള നമ്മുടെ ഷിബു പാസ്റ്റർ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ചിന്ത മാത്രം. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ ഓശാന പെരുന്നാളിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് അവൻ നമുക്ക് വചനങ്ങളിൽ കാണുവാൻ സാധിക്കും. തിങ്കളാഴ്ച പ്രഭാതമായപ്പോൾ വീണ്ടും ബഥാനിയ യെരൂശലേമിലേക്ക് വരികയാണ്. അവനൊരു അത്തിവൃക്ഷം കണ്ടു. നിറയെ ഇലകളുള്ള വൃക്ഷം കണ്ടതിൽ ഫലം കണ്ടേക്കും എന്ന് വിചാരിച്ച് അതിൻ്റെ അടുത്തെത്തിയപ്പോ അതിൽ യാതൊന്നും ഫലം കാണുവാൻ സാധിച്ചില്ല. അവൻ ആ അത്തിവൃക്ഷത്തെ ശപിച്ചുകൊണ്ട് പറഞ്ഞു, ഇനിയും ഇതിൽ നിന്നും ആരും ഭക്ഷിക്കാതിരിപ്പാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു അത്തിവൃക്ഷത്തിന്റെ സാദൃശ്യത്തിലൊന്ന് രൂപപ്പെടുത്തുകയാണെങ്കിൽ, എന്നെയും നിങ്ങളെയും നോക്കുന്ന യേശു തമ്പുരാൻ നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായാണോ കാണുന്നത് എന്ന് ചിന്തിക്കുക. ഈ രാത്രി, ഈ തിങ്കളാഴ്ച ദിവസം നമുക്ക് സാധ്യമായി തീരട്ടെ. അത് നമ്മൾ നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, നമ്മുടെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന, സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്ന, നമ്മളോട് ചേർന്നുള്ളവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന നല്ല ഒരു ഫലമായി തീരുവാൻ, പരിശുദ്ധാത്മാവിന് ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷമായി തീരുവാൻ നമുക്ക് സാധ്യമായാൽ ഈ കഷ്ടാനുഭവ ആഴ്ച നമുക്ക് അനുഗ്രഹത്തിൻ്റെതായി തീരും. അതിന് ഈ വചന ശുശ്രൂഷക മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ഷിബു പീഡിയക്കൽ പാസ്റ്റർ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ സഭയുടെ യശസ് വാനോളം ഉയർത്തുന്നതിന് മാത്രമല്ല, സത്യമായ ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കാതെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സുറിയാനി സഭയുടെ പാരമ്പര്യവും പൈതൃകവും നമുക്ക് വളരെ വ്യക്തമായും സുവ്യക്തമായും വളരെ ഏറെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മണർകാട് പള്ളി ഇടവകയായിരുന്നു. കൂടുതൽ കൂടുതൽ സഭയെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും ഒക്കെ പ്രാപിച്ച ഒരു വ്യക്തിത്വത്തെ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭിച്ചത് ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമാണ്. അതുകൊണ്ട് പാസ്റ്ററിനെ വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഞങ്ങളുടെ ഈ അയർലൻഡിലെ കൊച്ചു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ വിനയത്തോടെ ക്ഷണിക്കുന്നു. ലോഹന ബാറക്. അഭിവന്യ അലക്സാണ്ട്രിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, എത്രയും സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഈ ഹാശ ആഴ്ചയിൽ തിരുവെഴുത്തുകളുടെ ധ്യാനത്തിനായി നമ്മൾ സമയത്തെ വേർതിരിക്കുകയാണ്.
തിരുവെഴുത്തുകളുടെ ധ്യാനം മേധസ്സും മജ്ജയും എന്ന പോലെ നമ്മെ തൃപ്തിപ്പെടുത്തുന്നതും പുഷ്ടിപ്പെടുത്തുന്നതും ആണ് എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. തിരുവെഴുത്തുകളെ പറ്റി തന്നെ പരാമർശിക്കുന്ന ഒരു അധ്യായം ബൈബിളിലുണ്ട്. തിരുവെഴുത്തുകളുടെ ശക്തി എന്താണ്, തിരുവെഴുത്തുകളുടെ മൂല്യം എന്താണ് എന്ന് മാത്രമാണ് അധ്യായത്തിൽ പറയുന്നത്. 119 സങ്കീർത്തനമാണത്. 119 സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് തിരുവെഴുത്തുകൾ എത്രമാത്രം അനുഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. തിരുവെഴുത്തുകളെ പറ്റി പറയുമ്പോൾ തിരുവെഴുത്തുകൾ നമുക്ക് നൽകുന്ന സന്തോഷത്തെപ്പറ്റി, ധൈര്യത്തെപ്പറ്റി, ബലത്തെപ്പറ്റി, പിന്നെ പറയുമ്പോൾ തിരുവെഴുത്തുകളെ എനിക്ക് കിട്ടുമ്പോൾ വലിയ കൊള്ള കണ്ടു കിട്ടിയ സന്തോഷമാണ് എനിക്കുണ്ടാകുന്നത് എന്നാ പറയും. പിന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ തിരുവെഴുത്തുകളെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ടൈം നോക്കിയിരിക്കുകയാണ്. യാമം ഒന്നായിരുന്നെങ്കിൽ എനിക്കിത് ധ്യാനിക്കാമായിരുന്നു. അപ്പം അത്രമാത്രം ആ ദൈവിക തിരുവെഴുത്തുകൾ നമുക്ക് ആശ്വാസവും സന്തോഷവും വലിയ അർത്ഥവുമൊക്കെ കൊണ്ടുവരുന്നതാണെന്ന് ആ സങ്കീർത്തനം ഉടനീളം പറയുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ അത്രമാത്രം മൂല്യമുള്ളതാണെന്നാണ് ഈ 119 സങ്കീർത്തനത്തിൻ്റെ പരാമർശം. അപ്പം നിങ്ങൾ ഇതുവരെ ആ രീതിയിൽ അത് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ തിരുവെഴുത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട്. രണ്ടായിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്നു. ഓൾഡ് ആൻഡ് ന്യൂ എന്ന് നമുക്ക് കിട്ടുമ്പോൾ ഓൾഡ് ഈസ് റിവീൽഡ് ഇൻ ദ ന്യൂ, ബട്ട് ന്യൂ ഈസ് ഹിഡൻ ഇൻ ദ ഓൾഡ്. ഇപ്പം പഴയത് പുതിയതിൽ വെളിപ്പെടുകയാണ്, പക്ഷേ പുതിയത് പഴയതിൽ മറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്നു. നമുക്ക് പലപ്പോഴും മറച്ചു വെച്ചിരിക്കുന്നതിനെ കണ്ടെത്തുവാൻ സന്തോഷം കൂടുതലുണ്ട്. ഇപ്പോൾ ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമുള്ളത് ഈസ്റ്റർ എഗ് ഹണ്ട് എന്ന് പറഞ്ഞ് പാശ്ചാത്യ ലോകത്തെല്ലായിടത്തും വളരെ വ്യാപകമായിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ആ പാരമ്പര്യമില്ല എങ്കിലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തൊക്കെ ഈസ്റ്റർ എഗ് ഹണ്ട് ആണ്, അല്ലെങ്കിൽ ട്രഷർ ഹണ്ട് കാണാം. പഴയ നിയമം വായിക്കുമ്പോൾ അങ്ങനെയാണ്, വലിയ ഇരുട്ടാണ് അവിടെ. ആ ഇരുട്ട് പിടിച്ച ഇടനാഴികളിലൂടെ നമ്മൾ നിധിയും നിക്ഷേപവും ഒക്കെ തേടി നടക്കുന്ന പോലെയാണ് പഴയ നിയമം വായിക്കുന്നത്. എന്നാൽ പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എല്ലാം റിവീൽഡായിട്ട് സകലതും നഗ്നവും മലർന്നതുമായിട്ട് നമുക്ക് കിട്ടും. ഇന്നത്തെ അല്പസമയം തിരുവെഴുത്തുകളെ ചിന്തിക്കുവാൻ ഐ പ്രിഫർ ടു റീഡ് ഫ്രം ദ ഓൾഡ് ഹിഡൻ ട്രഷേഴ്സ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ എത്തിക്കഴിയുമ്പോൾ they got an invitation from their Lord. അവരുടെ കർത്താവിൽ നിന്ന് അവർക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്, മുകളിലേക്ക് വരിക, കം അപ്പ്. അപ്പം എപ്പോഴും ദൈവത്തിൻ്റെ ഇൻവിറ്റേഷൻ താഴേക്ക് പോകാനല്ല, മുകളിലേക്ക് കയറി വരിക. നമുക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണാം, ഇവിടെ കയറി വരിക, കം ഹിയർ. അപ്പോൾ മുകളിലേക്ക്, ഉന്നതത്തിലേക്കുള്ള ഒരു വിളിയാണ് ദൈവത്തിൻ്റെ വിളി. നമുക്കും അങ്ങനെ ഒരു വിളിയാണ് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് മോശയും അഹറോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും മലയുടെ മുകളിലേക്ക് കയറിപ്പോവാണ്. അങ്ങനെ അവർ കയറിപ്പോകുമ്പോൾ അവർ ഇസ്രായേലിൻ്റെ കർത്താവിനെ കണ്ടു. നിങ്ങൾക്ക് റെഫറൻസ് വേണമെങ്കിൽ പുറപ്പാട് പുസ്തകം 24:10 വാക്യമാണ്. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവിടുത്തെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. അപ്പം ദൈവസാന്നിധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ, പർവ്വതത്തിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് നീല നിറത്തിലുള്ള ഒരു കല്ല് പോലെ, വളരെ വിലയേറിയ കല്ല് പാകിയ ഒരു തളം പോലെ കാണുകയാണ്. അതിൻ്റെ കീഴെ ആകാശത്തിൻ്റെ സ്വച്ഛത പോലെ,
എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രശാന്തമായ, അങ്ങേയറ്റം മനോഹരമായ ഒരു നീലിമയാണ് അവരവിടെ കണ്ടത്. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് ഒരു ദോഷവും വന്നില്ല. അവർ അവിടെ സന്തോഷചിത്തരായി, സമാധാനപൂർണരായി ഭക്ഷണപാനീയങ്ങളെ കഴിച്ച് താഴേക്ക് വരുന്നു. ഇനി 25-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ കർത്താവ് മോശയോട് കൽപ്പിക്കുകയാണ്. 25-ാം അധ്യായം 2-ാം വാക്യം, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഇസ്രായേലിൻ്റെ കർത്താവ് ഇസ്രായേലിനോട് പറയുകയാണ്, ബ്രിങ് യുവർ ഓഫറിങ്സ്. എന്താണ് അവിടെ വഴിപാട് വേണ്ടത്? നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ഇതേ വാക്യമാണ് കൊരിന്ത്യ ലേഖനത്തിൽ, ഇതേ ആശയമാണ് പൗലോസ് എഴുതുന്നത്. ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പൊ ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ, തികഞ്ഞ മനസ്സോടെ വേണം ചെയ്യാൻ. മനസ്സില്ല മനസ്സോടെയോ വൈമനസ്യത്തോടെയോ ബുദ്ധിമുട്ടോടെയോ ഒന്നും ആരും ദൈവത്തിനൊന്നും കൊടുക്കരുത്. കാരണം ദൈവത്തിന് കൊടുക്കുന്നത് എപ്പോഴും തികഞ്ഞ സന്തോഷത്തോടെ, നല്ല മനസ്സോടെ വേണം ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല മനസ്സോടെ കൊടുക്കുന്നവരോടൊക്കെ നീ വഴിപാട് വാങ്ങണം. നീ അവിടെ കൊടുക്കേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്ന് പറയും. വഴിപാടുകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശു തോൽ, ഖദിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിനും മാർപ്പതക്കത്തിനും പതിപ്പാൻ ഗോമേതകക്കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ഇറ്റ്സ് എ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ലിസ്റ്റ്. ഇപ്പൊ ദൈവം, ഇസ്രായേലിന്റെ കർത്താവ് മോശയോട് ഒറിജിനലി ആവശ്യപ്പെടുന്ന ഓഫറിങ്സ്, ദ ലിസ്റ്റ് ഓഫ് ഓഫറിങ്സ് ഇവിടെ നമുക്ക് കാണാം. ഇതാണ് കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ലിസ്റ്റാണ്. പിന്നീട് താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഒക്കെ പണിയുന്ന മാതൃക കാണാൻ പറ്റും. അതിന് 4 പൊൻവളയം അർപ്പിച്ച് 4 കാലിലും ഇപ്പുറത്തും 2 വളയം അപ്പുറത്തും 2 വളയം ഇപ്പുറത്തുമായി തറയ്ക്കണം എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് പെർഫെക്റ്റ് പ്ലാൻ. ഹൗ ടു ബിൽഡ് ദിസ് ടാബർനാക്കിൾ, ഹൗ ടു റേസ് ദിസ്. ഈ ടാബർനാക്കിൾ, ഈ കൂടാരം എങ്ങനെ പണിയണം, എങ്ങനെ ഉയർത്തണം, എങ്ങനെ നിർത്തണം, ഇതെല്ലാം വളരെ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് തുടർന്നുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ കാണുന്നത്. അതിനകത്ത് ഈ ലോഹങ്ങൾ, നിറങ്ങൾ, സംഖ്യകൾ, ഇതിനൊക്കെ വലിയ പ്രാധാന്യം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ടാബർനാക്കിൾ? ടാബർനാക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷാഡോ. അതൊരു നിഴലാണ്. ഒരു കൂടാരം ചമച്ചു. എന്താണ് ആ കൂടാരം? എബ്രായ ലേഖനം പറയുന്നു, സ്വർഗീയമായവയുടെ നിഴലാണ്, ദൃഷ്ടാന്തമായിട്ട് നമുക്ക് നൽകപ്പെട്ടതാണ്. അപ്പൊ ഈ നിഴലിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെയാണ്. ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ദിസ് ടാബർനാക്കിൾ. ക്രിസ്തു തന്നെയാണ് ഈ ടാബർനാക്കിൾ. ക്രിസ്തുവിനെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് നിഴലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനിൽ കൂടെ നമുക്ക് ധാരാളം ദൈവിക മർമ്മങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തുവിൻ്റെ നിഴലുകളെ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, ഉത്ഥാനം ചെയ്ത യേശു കർത്താവ് എമൗസിലേക്കുള്ള യാത്രയിലായിരിക്കുന്ന 2 പേരുടെ കൂടെ ചേർന്ന് നടക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലാണത്. ലൂക്കോസ് സുവിശേഷം അവസാനിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വായിക്കുന്നു. എമൗസിലേക്ക് അവർ പോവുകയാണ്. അവരോട് ചേർന്ന് യേശുതമ്പുരാൻ നടക്കുന്നു. എന്നിട്ട് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അവരോട് മോശയുടെ പുസ്തകങ്ങളിൽ നിന്നും പ്രവചന പുസ്തകങ്ങളിൽ നിന്നും
സങ്കീർത്തനങ്ങളിൽ നിന്നും ഉദ്ധരിക്കുകയും വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി, അവരുടെ നിരാശകൾ നീങ്ങാൻ തുടങ്ങി, അവരുടെ ഭയം അകലാൻ തുടങ്ങി, അവരുടെ സങ്കടം മായാൻ തുടങ്ങി. അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു, പ്രകാശം കൊണ്ട് നിറഞ്ഞു, പ്രത്യാശ കൊണ്ട് നിറഞ്ഞു, ധൈര്യം കൊണ്ട് നിറഞ്ഞു. സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, ലെറ്റ് us ഗോ ബാക്ക് ടു ജെറുസലേം. അപ്പൊ ഏതൊരു ജെറുസലേമിൽ നിന്ന് അവർ ജീവനെ രക്ഷിക്കാൻ ഓടിയോ, ഏതൊരു ജെറുസലേമിൽ നിന്ന് അവർ ഭയപ്പെട്ട് ഓടിയോ, അതേ ജെറുസലേമിലേക്ക് തിരിച്ചു പോകാൻ അവരുടെ ഉള്ളം തുടിക്കുകയാണ്. അവർ ത്രസിക്കുകയാണ്. നമുക്ക് ഈ രാത്രി നേരം വെളുക്കാൻ അവർ കാത്തു നിൽക്കുന്നില്ല. ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചു നടക്കുകയാണ്. 11 കിലോമീറ്റർ നടക്കണം എമ്മൗസ് ടു ജെറുസലേം. രാത്രിയിൽ വലിയ അപകടങ്ങളുണ്ട്, കള്ളന്മാരുണ്ട്, ഇഴജന്തുക്കളുണ്ട്, പല അപകടങ്ങളും വഴിയിലുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അത്യന്തികമായ അപകടം യെരുശലേമിൽ മുഴുവൻ തങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ചവരുണ്ട്. അത് ഭയന്നാണ് അവർ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഭയമെല്ലാം മാറിപ്പോയി. അപ്പൊ തിരുവെഴുത്തുകളുടെ വിശദീകരണവും തിരുവെഴുത്തുകളുടെ വ്യാഖ്യാനവും ഇവരുടെ ഭയത്തെ മാറ്റിക്കളഞ്ഞു. അപ്പൊ എമ്മൗസിലേക്ക് പോയ 2 ഭീരുക്കളായ ആളുകളെ ധീരന്മാരാക്കി മാറ്റിയത് ഈ തിരുവെഴുത്തുകളുടെ വിശദീകരണമാണ്, വ്യാഖ്യാനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തിരുവെഴുത്തുകൾ ധൈര്യം കൊണ്ടുവരുന്നതാണ്, പ്രത്യാശ കൊണ്ടുവരുന്നതാണ്, ദിശാബോധം കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഈ തിരുവെഴുത്തുകളെ വായിക്കുമ്പോൾ ആ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ, അത് പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന അവരുടെ യാത്രയെ ചൂടുപിടിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നതാണ് പറയാറ്. കാരണം സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ ജനന സമയത്ത് കർത്താവിൻ്റെ ജനനവാർത്ത അറിഞ്ഞ് ദൂരത്തു നിന്ന് വരുന്ന ജ്ഞാനികളുടെ ആ ദീർഘമായ സഞ്ചാരത്തെ അനുസ്മരിച്ച് തുടങ്ങുന്ന വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, സുവിശേഷങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ പഴമ വായന വരുന്നു, ലേഖനങ്ങൾ വായിക്കുന്നു, പൗലുസ്ലീഹായുടെ ലേഖനം വായിക്കുന്നു, സുവിശേഷങ്ങൾ വായിക്കുന്നു. അപ്പോൾ യേശു തമ്പുരാൻ എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുമ്പോൾ അവരോട് എന്തെല്ലാം പറഞ്ഞിരിക്കാനാണ് സാധ്യത, ആ പോസിബിലിറ്റീസിനെ എല്ലാം പരിഗണിച്ചുകൊണ്ട് ഏറ്റവും അവസാനം എമ്മൗസിലെ ആ കൊച്ചു വീട്ടിനകത്ത് വെച്ച് കർത്താവ് അപ്പം ആശീർവദിച്ച് വിഭജിച്ച് അവർക്ക് നൽകി. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്ന രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഒരു അനുഭവം, ആ യാത്രയുടെ അനുഭവം ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കാളികളാകുന്നവർക്ക് അനുഭവവേദ്യമാക്കുവാനാണ് പിതാക്കന്മാർ നമ്മുടെ വിശുദ്ധ കുർബാന അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ തിരുവെഴുത്തുകളുടെ ധ്യാനം ഇവിടെ പറയുന്നത് നീല നിറത്തിലുള്ള തുണി, നീല നൂല്, ധൂമ്ര നൂല്, അതുപോലെ തന്നെ ലോഹങ്ങൾ, ഇതൊക്കെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊന്ന്, നമുക്കറിയാം പൊന്ന് ദൈവികതയുടെ അടയാളമാണ്, വെള്ളി വീണ്ടെടുപ്പിൻ്റെ സൂചകമാണ്, താമ്രം പാപത്തിൻ്റെ പ്രതീകമാണ്. ഇപ്പൊ ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇതിനെല്ലാം ഓരോ അർത്ഥമുണ്ട്. ഓരോ ലോഹങ്ങൾക്കും ഓരോ അർത്ഥം നമുക്ക് കാണാൻ പറ്റും. ഓരോ സംഖ്യയ്ക്കും, സംഖ്യകളുടെ എല്ലാം ഒന്നും വിശദീകരണം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഒന്നെന്ന് പറഞ്ഞാൽ ഏകതയെ കാണിക്കുന്നതാണ്. 1 സംഖ്യയുടെ പ്രാധാന്യമാണ്. 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരിശുദ്ധ തൃത്വമാണ്. 3 എന്ന് പറഞ്ഞാൽ ദൈവിക സംഖ്യയാണ് 3. 4 എന്ന് പറഞ്ഞാൽ അത് ലോകമാണ്, വേൾഡാണ്, ലോകത്തിൻ്റെ സംഖ്യയാണ്. 4 കാറ്റുകൾ, 4 കോണുകൾ, 4 ദിക്കുകൾ. ഇപ്പം നമുക്ക് ലോകത്ത് 4 ദിക്കാണുള്ളത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറയുമ്പോഴാണ് ന്യൂസ് ആകുന്നത്. 4 ഭാഗത്തു നിന്ന് വരുന്നതിനെയാണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം 4 എന്നുള്ള സംഖ്യ ലോകത്തിൻ്റെ സംഖ്യയാണ്. 5 എന്ന് പറയുന്നത് കൃപയുടെ സംഖ്യയാണ്. 6 എന്ന് പറയുന്നത് മനുഷ്യന്റെ സംഖ്യയാണ്. 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 എന്നുള്ള നമ്പർ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നതാണ്. 7 പൂർണ്ണതയാണ്, ദൈവിക പൂർണ്ണതയാണ്. 8 എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ്, പുതിയ തുടക്കമാണ്. 8ാം ദിവസം പുതിയൊരാഴ്ച തുടങ്ങുകയാണ്. ഒരാഴ്ച അവസാനിച്ച് പുതിയ ആഴ്ച തുടങ്ങുമ്പോൾ അത് പുതിയ തുടക്കമാണ്, ന്യൂ ബിഗിനിങ് ആണ് 8ാം ദിവസം.
പുതിയ ജീവന്റെ, പുതിയ ലോകത്തിന്റെ, പുതിയ ആകാശത്തിന്റെ എല്ലാം പ്രതീകമാണ് സംഖ്യ 8. 10 എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ഓഫ് മാൻ ആണ് 10. 12 എന്ന് പറഞ്ഞാൽ അത് ഭരണക്രമത്തെ കാണിക്കുന്നതാണ്. ഇസ്രായേലിന് 12 ഗോത്രങ്ങളായിരുന്നു. ഗോത്രസംഖ്യയാണ് 12. 12 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഖ്യയുണ്ട്, 40, 50, 60. 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. ഈ അബണ്ടന്റ് ഗ്രേസ് ആണ് 50 കാണിക്കുന്നത്. കാരണം സമ്പൂർണമായ കൃപ, ഗ്രേസ് ഇൻ ഇറ്റ്സ് ഫുൾ ഫോം, ഫുൾ എക്സ്റ്റെന്റ്. അതുകൊണ്ടാണ് 50-ാം ദിവസം വിമോചനമാണ്. പെന്തക്കോസ്തി 50 ആണ്. 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്തി വരുന്നത്. പെന്തക്കോസ്തി എന്ന വാക്ക് തന്നെ 50 എന്നാണ് അർത്ഥം. ജനങ്ങൾക്ക് പ്രമാണം കിട്ടുന്നത്, ജനങ്ങൾക്ക് ഓർഡർ കിട്ടുന്നത്, പുതിയ നിയമസഭയിൽ പരിശുദ്ധ റൂഹ വരുന്നു, വലിയ വിമോചനം അവിടെ സാധ്യമാകുന്നു. സംഖ്യകളാണ് 11. 11 എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷനാണ്, നാശമാണ് 11 എന്നുള്ള സംഖ്യ. 60 എന്ന് പറയുമ്പോൾ 6 മനുഷ്യന്റെ സംഖ്യയാണ്, 10 റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ 6 into 10 ആണ് 60. 60 എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി, മനുഷ്യവർഗത്തിന്റെ ഉത്തരവാദിത്തമാണ് 60. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സമാഗമന കൂടാരത്തെ പഠിക്കുമ്പോൾ ഈ സംഖ്യകൾക്കെല്ലാം പ്രാധാന്യമുണ്ട്. നിങ്ങൾ താഴോട്ട് അധ്യായം വായിക്കുമ്പോൾ ഈ സംഖ്യകൾക്കെല്ലാം ഓരോന്നിനും ഇത്ര നമ്പർ, ഇത്ര നമ്പർ, ഇത്ര നമ്പർ എന്ന് വെക്കുന്നുണ്ട്. എല്ലാത്തിനും എങ്ങനെയാണത് വെക്കേണ്ടത്? അവിടെ തങ്കം കൊണ്ടൊരു നിലവിളക്കുണ്ടാക്കണം, മേശമേൽ നിത്യം കാഴ്ചയപ്പം വേണം, അതെങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ രൂപം എന്തായിരിക്കണം, ഇതെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മളവിടെ താഴേക്ക് വായിക്കുമ്പോൾ സകലത്തെയും പൊന്നുകൊണ്ട് പൊതിയുന്നുണ്ട്, ഖദിരമരം കൊണ്ട് രൂപപ്പെടുത്തുന്നതിനെ. ഖദിരമരം എന്ന് പറഞ്ഞ അക്കേഷ്യ വുഡാണ്. അക്കേഷ്യ മരം നമുക്കറിയാം. അക്കേഷ്യ മരം ഒന്നിനും കൊള്ളാത്തൊരു മരമാണ്. നല്ല തടിയില്ല, നല്ല കാതലില്ല, അതിനകം മുഴുവൻ നാരുകളാണ്, പിരിഞ്ഞിരിക്കും. അതുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ കൊള്ളില്ല. ഉണ്ടാക്കിയാലും മിനുസം ഉണ്ടാവില്ല, ഫിനിഷിങ് കിട്ടത്തില്ല, സൗന്ദര്യം ഉണ്ടാവത്തില്ല. പക്ഷെ ദൈവം കൽപ്പിക്കുമ്പോൾ തൻ്റെ പെട്ടകമുണ്ടാക്കുവാൻ വേറെ എത്രയോ വൃക്ഷങ്ങൾ അവിടെയുണ്ട്. സരളവൃക്ഷമുണ്ട്, ദേവദാരുണ്ട്. അപ്പോൾ വളരെ വില കൂടിയ, ഉറപ്പേറിയ, മിനുസമുള്ള വൃക്ഷങ്ങളെയെല്ലാം മാറ്റിയിട്ട് ഒന്നിനും കൊള്ളാത്തതും ആരും ഉപയോഗിക്കാത്തതും ആരും ഉപയോഗിക്കാൻ നിർദ്ദേശിക്കാത്തതുമായ ഈ ഖദിരമരത്തെ തെരഞ്ഞെടുത്ത് പറഞ്ഞു, ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. അതാണ് അയോഗ്യനായ, ഒന്നിനും ഒരു തരത്തിലും പ്രശംസിക്കുവാൻ കഴിയാത്ത ഖദിരമരം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി കഴിയുമ്പോൾ ആ ഖദിരമരത്തിന് ഒന്നും പറയാനില്ല. എൻ്റെ ഉറപ്പ് കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്, എൻ്റെ മിനുസം കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്, എൻ്റെ നിറം കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ വീട്ടിൽ ഫർണിച്ചർ പണിയുമ്പോൾ ഈട്ടിത്തടി കൊണ്ട് പണിതാൽ ഈട്ടി പറയും, അതെൻ്റെ ആ കരിങ്കറുപ്പ് നിറമുണ്ടല്ലോ, നല്ല ഈടാണ് എൻ്റെ തടിക്ക്, അതുകൊണ്ടായിരിക്കാം. തേക്കിന് കൊണ്ടാണ് പണിയുന്നെങ്കിൽ തേക്കിന് പറയാനുണ്ട്. പ്ലാവിൻ്റെ തടിയാണ്, പ്ലാവ് പറയും, എൻ്റെ ഈ മഞ്ഞ കളറുണ്ടല്ലോ, എന്ത് രസമാണ്, അതുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രശംസയുണ്ട്. ഓക്ക് മരം കൊണ്ട് പണിതാൽ, ബ്ലാക്ക് ഓക്ക് കൊണ്ട് പണിതാൽ, ഏത് മരം കൊണ്ട് പണിതാലും ആ മരത്തിനുണ്ട് വിശേഷത. അപ്പം അങ്ങനെ ഒന്നും അവകാശപ്പെടാനില്ലാത്ത, ഒരു ക്ലെയിമും വെക്കാനില്ലാത്ത ഒരു വൃക്ഷം ഉണ്ടെങ്കിൽ അത് ഖദിരമരമാണ്. കാരണം ഖദിരമരത്തിന് പ്രശംസിപ്പാൻ ഇല്ല, ഖദിരമരത്തിന് ഒന്നും പ്രശംസിപ്പാനില്ല. ഒന്നേ പറയാനുള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ്റെ കൃപ. ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ് ഞാനാകുന്നത് അവൻ്റെ കൃപയാൽ അത്രയാകുന്നു. ഐ ആം നോട്ട് വർത്തി ടു ബി കോൾഡ് ആസ് ആൻ അപ്പോസ്റ്റൽ. അപ്പോൾ പൗലുസ്ലിയ പറയാണ്, അപ്പോസ്റ്റൽ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഐ ആം നോട്ട് വർത്തി. അതാണ് കുറിയലൈസോൻ.
കുറിയലൈസോൻ. ലിറ്റർജിയിൽ ഉടനീളം പറയുകയാണ് ഖദിരമരമാണ്. ഖദിരമരം അക്നോളജ് ചെയ്യുകയാണ് സുറിയാനി സഭയുടെ ലിറ്റർജി. അതുകൊണ്ട് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കൽപ്പന എഴുതിയപ്പോൾ പറഞ്ഞു, ഐ ആം ആൻ അൺവർത്തി സക്സസർ ഓഫ് സെയിന്റ് പീറ്റർ. അത് അടുത്ത ഇടയിലൊക്കെ വലിയ പരിഹാസങ്ങളുണ്ടായി. ഇത് ഖദിരമരമാണ്, പക്ഷേ പൊന്നുകൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ ഖദിരമരത്തിന്റെ അംശങ്ങളും കുറവുകളും ഒന്നും കാണാനില്ല. മുഴുവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞേക്കാനാണ് ഉത്തരവ്. ഇപ്പം നിന്നിലെ മാനുഷികമായ ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ദൈവം ദർശിക്കുന്നില്ല, മറിച്ച് തൻ്റെ കൃപ കൊണ്ട് പൊതിയുകയാണ്. അതുകൊണ്ടാണ് സഭയെ പരിശുദ്ധ സഭ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ലേഖനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പാപികൾക്ക് എഴുതിയ ലേഖനം ബൈബിളിലില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റോമിലെ പാപികൾക്ക് എഴുതുന്നു പൗലൂസ് ലീഗ. നോ. റോമായിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നു. കൊരിന്തിലെ വിളിക്കപ്പെട്ട പാപികൾക്കും തെരഞ്ഞെടുക്കപ്പെട്ട തെമ്മാടികൾക്കും എഴുതുന്നു. നോ. വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക്, മശിഹായുടെ സഹോദരന്മാർക്ക്, സ്വർഗത്തിലെ സഹപൗരന്മാർക്ക് എഴുതുന്നു. സഭയിലെ അംഗങ്ങൾ വിശുദ്ധരായതുകൊണ്ടാണ് സഭ വിശുദ്ധമാകുന്നത്. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ് സഭ. അതെങ്ങനെയാണ്? നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. നമ്മുടെ കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല, നാം നമ്മിൽ തന്നെ വിശുദ്ധരല്ല, മറിച്ച് ബിക്കോസ് ഓഫ് ദ കവറിംഗ് ഓഫ് ഗോഡ്. ഈ മരം ഖദിരമരമാണെന്നുള്ള ഉത്തമമായ ബോധ്യം, ആ ഓർമ്മപ്പെടുത്തൽ, ആ ഏറ്റുപറച്ചിൽ, ആ തിരിച്ചറിവ്, അതിൻ്റെ ഒരു സീസണാണ് നോമ്പ് സീസൺ. വിശേഷിച്ച് പാഷൻ വീക്ക് അല്ലെങ്കിൽ ഹാശ ആഴ്ച എന്ന് പറയുന്നത് ആ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഖദിരമരമാണ്, നമ്മൾ പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു, പൊന്നുകൊണ്ട് പൊതിയപ്പെട്ട് തിരുസന്നിധിയിൽ നിർത്തപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റുപറച്ചിലുകൾ മുഴുവൻ. ഈ ഒരു ബോധ്യത്തോടുകൂടെ ഈ ആഴ്ചത്തെ പ്രാർത്ഥനകളും ഗീതങ്ങളും ഉരുവിടുകയും ആലപിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടേക്ക് കയറി വരൂ എന്നുള്ള ഇൻവിറ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമാകുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മേലിയൂർശലേമിലേക്ക് ഞങ്ങൾ പോകുന്നു, അല്ലെ? അങ്ങനെയാ നമ്മൾ പാടുന്നേ, അല്ലേ? നാദാത്തെ സ്തുതിയും മാനം താതന്നും മഹിമാ വന്ദനകൾ ശുദ്ധാത്മാവിനും. അടുത്ത് പറയുന്നത് ഉണ്ടാകുൾകൃപ മേലൂർശലേമിലേക്ക്. നമ്മൾ ഉയർത്തപ്പെടുന്നുണ്ടോ? എവിടെയാണ്? കർത്താവിൻ്റെ ആ സ്നേഹ സൗരഭ്യ സാന്നിധ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അവിടെ അവൻ നമുക്ക് മേശയൊരുക്കുകയാണ്. അവൻ ലോകത്തിൻ്റെ ആകുലതകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും തിരക്കുകളിൽ നിന്നുമെല്ലാം നമ്മളെ വേറിട്ട് കൊണ്ടുപോയി തൻ്റെ സന്നിധിയിൽ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ മുങ്ങിത്തുടിച്ച് ആ വലിയൊരു ആശ്വാസം, അതിൻ്റെ ആ ആശ്വാസത്തിൻ്റെ തടാകത്തിൽ നീന്തി സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ് ഈ ഹാശാഴ്ച പിതാക്കന്മാർ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഈ തിരിച്ചറിവും ഈ ഏറ്റുപറച്ചിലുമുള്ളത്. ആക്ച്വലി വി ആർ കവേർഡ് വിത്ത് ദാറ്റ് ഗോൾഡ്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ ഈ താഴോട്ടുള്ള ഒരു 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആ ഹൗ ബ്യൂട്ടിഫുള്ളി ദിസ് ടാബർനാക്കിൾ ഈസ് അഡോൺഡ്. വളരെ മനോഹരമാണ്. നീല നൂലുകൊണ്ടും ധൂമ്ര നൂലുകൊണ്ടും പിരിച്ച പഞ്ഞി നൂലുകൊണ്ടും എല്ലാം അത് അലങ്കരിച്ച് സ്വർണ്ണം കൊണ്ടുള്ള മാതള നാരങ്ങയും മണികളും എല്ലാം കൊണ്ട് അലങ്കരിക്കുകയാണ്. കവറിങ് ആണ്. ആദ്യത്തെ നമ്മൾ അകത്തു നിന്നാണ് ഈ പണി തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ ടാബർനാക്കിൾ പണിയുമ്പോൾ ആ പണിയുടെ നിർദ്ദേശം കൊടുക്കുമ്പോൾ ഇന്നർ പ്ലേസിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുറത്തുനിന്ന് പണിതിട്ട് പിന്നെ നമ്മൾ ഒക്കെ സാധാരണ പണിയുന്നത് പുറത്ത് പണിതിട്ട് പിന്നെ അകം കൊണ്ട് അലങ്കരിക്കുക. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ആദ്യം ഈ പെട്ടകം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ഹോളി ഓഫ് ഹോളീസ് ഇരിക്കുന്നത് എങ്ങനെയാണ്, പണിത് പോയിട്ട് ഏറ്റവും പുറയിൽ ഏറ്റവും അവസാനമാണ് പുറത്തെ പണിയെപ്പറ്റി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അകത്തു നിന്നാണ് പണി തുടങ്ങുന്നത്. യേശുക്രിസ്തു അങ്ങനെയാണ്. നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ പൂർത്തീകരിപ്പാൻ ശക്തൻ. ദ വൺ ഹൂ ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു, നിങ്ങളിൽ ഒരു നല്ല വേല ആരംഭിച്ചവൻ.
ഇപ്പൊ യേശു കർത്താവിനെ പറ്റി പൗലോസ് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, നമ്മളിൽ ഒരു നല്ല വേല ആരംഭിച്ചവൻ. ഈ വേല എങ്ങനെയാണ് ആരംഭിക്കുന്നത്? സമാഗമന കൂടാരത്തിന്റെ പണി അകത്തു നിന്ന് തുടങ്ങിയതുപോലെ നിങ്ങളുടെ ഉള്ളിലാണ് ഈ പണി തുടങ്ങുന്നത്. ഉള്ളമാണ് മനോഹരമാക്കുന്നത്. എങ്ങനെയാണ്? നിങ്ങൾ ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ എത്ര മനോഹരമാണ്. നമ്മുടെ മനസ്സ് സന്തോഷിക്കും ആ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ. ഇപ്പം ആദ്യം ആ വെള്ള തുണി വിരിക്കുന്നു, അതിനു മുകളിൽ വയലറ്റ് തുണി വിരിക്കുകയാണ്, അതിനു മുകളിൽ ചുവപ്പ് തുണി വിരിക്കുകയാണ്. വെള്ള അവൻ്റെ വിശുദ്ധിയെ കാണിക്കുകയാണ്. പെർഫെക്റ്റ് മാൻ ജീസസ് ഈസ് ദ മാൻ ബിറ്റ്വീൻ God and us. He is the one and only mediator between God and man. That white stands for his personality, his perfection and his holiness. അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് രണ്ടാമത് ചുവപ്പ് നൂലാണ്. ചുവപ്പ് തുണി അവിടെ വലിച്ചു കെട്ടുകയാണ്. അതവൻ നമ്മുടെ സേവിയറാണ്, രക്ഷകനാണ്. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ആ പർപ്പിൾ ക്ലോത്ത്. ഈസ് ദ കിങ്. അവൻ രാജാവാണ്. അതവിടെ 4 കോണിലും വലിച്ചു കെട്ടും, 4 സ്തംഭങ്ങളിൽ തൂക്കിയിടും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ 4 സ്തംഭങ്ങൾ 4 സുവിശേഷമാണ്. വിശുദ്ധ മത്തായി സുവിശേഷം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ യൂഹന്നാന്റെ സുവിശേഷം. 4 സ്തംഭങ്ങളാണ്. എത്ര മനോഹരമായിട്ടാണ് ഇതെല്ലാം ഒത്തുചേർന്ന് വരുന്നത്. ഇതിനെല്ലാം പുറത്ത് നമ്മൾ കാണുന്നത് തഹശു തോലാണ്. എന്താണ് തഹശു തോൽ? സാധാരണ തോലാണ്, ട്രീറ്റ് ചെയ്യാത്ത, പെയിന്റ് ചെയ്യാത്ത, അലങ്കരിക്കാത്ത തൊകലാണ്. അപ്പൊ സമാഗമന കൂടാരം പുറത്തുനിന്ന് കണ്ടാൽ, ദൂരെ നിന്ന് കണ്ടാൽ, അതിന്റെ മേൽക്കൂര കണ്ടാൽ അതെല്ലാം ഇറ്റ്സ് ആൻ അഗ്ലി തിങ്. ഒരു സൗന്ദര്യവുമില്ല, ഒരു ഭംഗിയുമില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരാകർഷണീയതയും തോന്നത്തില്ല, ഒട്ടും ആകർഷണീയമല്ല. നിങ്ങൾ ഒരു വീട് അങ്ങനെ കണ്ടാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒട്ടും ആകർഷണീയമല്ലാത്ത. പുറത്തുനിന്ന് നോക്കിയാൽ നമ്മളൊക്കെ വീടുകൾ വെക്കുമ്പോൾ പുറത്ത് നല്ലപോലെ പെയിന്റ് അടിച്ചും ചെടി വെച്ചും ലൈറ്റിട്ടും ഭംഗിയാക്കും. പക്ഷെ ദൈവം ഡിസൈൻ ചെയ്ത് പറഞ്ഞത് പുറത്ത് ആകർഷണീയത വേണ്ട, പുറമേ ഉള്ളതല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയാണ്, വെള്ളി, പൊന്ന്, പിന്നിയ തലമുടി, മുത്ത്, ഇങ്ങനെ പുറമേക്കുള്ളതല്ല. നിങ്ങളുടെ മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. ഇപ്പൊ സൗന്ദര്യം എവിടെയാണ് വേണ്ടത്? അകത്താണ്. ആന്തരിക മനുഷ്യന്റെ സൗന്ദര്യം, അതിനെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ആസ്വദിക്കുന്നത്. അതിനെയാണ് ദൈവം കണ്ട് ആനന്ദിക്കുന്നത്. അതുകൊണ്ടാണ് 45-ാമത്തെ മസുമൂറായിൽ എഴുതി വെക്കുന്നത്, 45-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്, അന്തഃപുരത്തിൽ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അന്തഃപുരത്തിലെ രാജകുമാരി എന്നാണ് സത്യവേദ പുസ്തകത്തിൽ. രാജകുമാരി അന്തഃപുരത്തിൽ ശോഭാപരിപൂർണയാകുന്നു. സാധാരണ പെണ്ണുങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോഴാണ് നല്ലപോലെ അണിഞ്ഞൊരുങ്ങുന്നത്. മറ്റുള്ളവരെ കാണിക്കുവാൻ, ആകർഷിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും മികച്ച, പുറത്തേക്ക് പോകുമ്പോഴേക്കും ഇല്ലാത്ത ഒരുക്കമാണ്. പക്ഷെ 45-ാം സങ്കീർത്തനത്തിലെ ആ ഭാമിനി പുറത്തേക്ക് പോകുമ്പോഴല്ല ഒരുങ്ങുന്നത്, അകത്തേക്ക് പോകുമ്പോൾ, അന്തഃപുരത്തിലേക്ക് പോകുമ്പോഴാണ്. കാരണം തൻ്റെ പ്രിയപ്പെട്ടവൻ അവളെ കാണുന്ന അന്തഃപുരത്തിലാണ്. അപ്പം അന്തഃപുരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും മനോഹരിയായിട്ട് അവൾ ഒരുങ്ങുകയാണ്. അതുകൊണ്ടാണ് അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. നമ്മളിവിടെ ഗോൾഫ് കോഴ്സിൽ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു, അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൊള്ളായിരുന്നു, മാളിൽ കൊള്ളായിരുന്നു, മെട്രോയിൽ കൂടെ പോയപ്പോൾ, ഓഫീസിലിരുന്നപ്പോൾ, പാർക്കിലിരുന്നപ്പോൾ, സിനിമാ തിയേറ്ററിൽ ഇരുന്നപ്പോൾ അടിപൊളിയായിരുന്നു, ശോഭാപരിപൂർണയായിരുന്നു. പക്ഷേ അന്തഃപുരത്തിൽ
തപ്പുരത്തിൽ ഒരു മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചിരിക്കും. അതുകൊണ്ടാണ് ടാബർനാക്കിൾ അങ്ങനെ. പുറത്തുനിന്ന് നോക്കിയാൽ ആകർഷണീയതയില്ല. നോ ബ്യൂട്ടി, നോ അട്രാക്ഷൻ, ഒരു തോല് മാത്രം. പുറത്തുനിന്നുള്ളവർക്ക് ഇതിന്റെ സൗന്ദര്യം അറിയാൻ പറ്റില്ല. ഇതിന്റെ സൗന്ദര്യം എന്താണെന്ന് അറിയണമെങ്കിൽ, ഇതിന്റെ ശക്തി എന്താണെന്ന് അനുഭവിക്കണമെങ്കിൽ അകത്തേക്ക് വരണം, അല്ലേ? നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയാ യുഹാലേ. നമ്മൾ പാടി നിന്നഴ കരജൻ മോഹിപ്പാൻ എവിടെയാണ്? നിഞ്ചനമോർക്കായിക പിതൃഗ്രഹവും. നിന്റെ ഉള്ളിലാണ് ആ പണി നടക്കുന്നത്. തമ്പുരാൻ നോക്കുന്നത് അകത്താണ്. തമ്പുരാന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അകത്താണ്. അകത്താണ് നീ സൗന്ദര്യമുള്ളവളായി തീരേണ്ടത്. സൗന്ദര്യത്തിന്റെ പൂർണ്ണത ഹൃദയത്തിലാണ്. മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. ദാറ്റ്സ് ദ ഇൻവിറ്റേഷൻ. ഹൃദയത്തിലേക്കാണ് അത് പ്രവഹിക്കുന്നത്. പൗലോസ് റോമർ 5:5 പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ റൂഹാ മുഖാന്തരം വർഷിക്കപ്പെടുന്നു. കണ്ടോ, അകത്തേക്ക് വിളിക്കുന്നേ, അകത്തേക്ക് നോക്കുന്നേ. ഒരട്രാക്ഷനുമില്ല പുറത്തു നിന്ന് നോക്കിയാൽ. ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഒരട്രാക്ഷനുമില്ല. കണ്ടാൽ ആളെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം. നോ ബ്യൂട്ടി ഇൻ ഹിം. ഒരു മനുഷ്യനെന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. അവൻ വികൃതമാക്കപ്പെട്ടിരിക്കുന്നു, നിന്നാപാത്രമായി തീർന്നിരിക്കുന്നു, വ്യസനപാത്രമായി തീർന്നിരിക്കുന്നു. എ മാൻ ഓഫ് സോറോസ്. വ്യസനങ്ങളുടെ മനുഷ്യൻ, നിന്നയുടെ ആൾരൂപം. നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും മുറിവേൽപ്പിക്കപ്പെട്ടും. ആ പഴയ നിയമത്തിലെ ആ സമാഗമന കൂടാരത്തിന്റെ പുറന്തോല് പോലെ. പക്ഷെ അകമോ ശോഭാപരിപൂർണമായി, സൗന്ദര്യത്തിന്റെ തികവായി. അതുകൊണ്ടാണ് പുറത്തു നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. അകത്തേക്ക് വരൂ. അപ്പൊ ഇതിന്റെ സൗന്ദര്യവും ഇതിന്റെ ശക്തിയും ഇതിന്റെ ഉള്ളിലാണ്. ഉള്ളിലേക്ക് വരിക. പുറത്തെന്തില്ല, അട്രാക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഈ ആഴ്ചയിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ എവിടെയാണ് നിങ്ങളോടുകൂടെ പെസഹ ഭക്ഷിക്കേണ്ടത്? നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എതിരെ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവുമായിട്ട് വരും. അവനോട് ചോദിപ്പി. വിരിച്ചൊരുക്കിയ ഒരു മാളിക, രഹസ്യത്തിന്റെ മാളിക എന്നാണ് പിതാക്കന്മാർ അതിനെ പറയുന്നത്. as an upper room of mysteries, full of mysteries. അതാ രഹസ്യത്തിലാണ്. ഇറ്റ്സ് ഓൺലി ഫോർ ഇൻസൈഡേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പിതാക്കന്മാരെ നമ്മളെ പാടി പഠിപ്പിച്ചത്. രഹസ്യം രഹസ്യം ഉടയോനരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. നമ്മൾ പെസഹായിക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ സമാഗമന കൂടാരം നമുക്ക് ഓർമ്മ വരണം. 20 തൂണ് നെടുമ്പാടും 10 തൂണ് കുറുമ്പാടും വെച്ചിരിക്കുകയാണ്. നീളമുള്ള സ്ഥലത്ത് 20 തൂണ്. ഒരു വശത്ത് 20, മറ്റു വശത്ത് 20, 40. കുറിയ വശത്ത് 10, 50. ഇപ്പുറത്ത് 10, 60. 60 തൂണുകളിൽ ആ ഫെൻസ് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ആളിനേക്കാൾ പൊക്കമുള്ള ഫെൻസ്. 60 തൂണുകൾ. ലോകത്തിന്റെ നടുക്ക് 60 തൂണുകൾ. 60 എന്ന സംഖ്യ എന്താണ്? 60 എന്ന സംഖ്യ 6 മനുഷ്യന്റെ സംഖ്യയാണ്. 10 റെസ്പോൺസിബിലിറ്റിയാണ്, ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹോൾ ഹ്യൂമൻ റേസ്. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉത്തരവാദിത്വവും താങ്ങിക്കൊണ്ട് 60 തൂണുകൾ നിൽക്കുമ്പോൾ ആ 60 തൂണുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ വെണ്മയുടെ വലിയ പതാക മനുഷ്യവർഗത്തെ മുഴുവൻ വിശുദ്ധീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ഉത്തരവാദിയായി. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവൻ വിശേഷപ്പെട്ട നിയമത്തിന്റെ ഉത്തരവാദിയായി തീർന്നു.
യേശു തമ്പുരാൻ വിശേഷപ്പെട്ട നിയമത്തിന്റെ ഉത്തരവാദിയായി തീർന്ന് മനുഷ്യവർഗത്തിന്റെ മുഴു പാപത്തെയും നീക്കിക്കൊണ്ട് മനുഷ്യവർഗത്തെ എന്താക്കി തീർത്തു? നിഷ്കളങ്കരായും നിരപവിധരായും വിശുദ്ധരായും അവൻ പ്രഖ്യാപിച്ചു. എഫേസ്യ ലേഖനം 1:3 പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നിങ്ങളെ നിഷ്കളങ്കരും വിശുദ്ധരുമായി തിരഞ്ഞെടുത്തു. നൗ യു ആർ ഇന്നസെന്റ്, ഹോളി, അൺബ്ലെമിഷ്ഡ് ബിഫോർ ദ സൈറ്റ് ഓഫ് ഗോഡ്. ഹൗ? ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹിസ് ഓൺലി ബിഗോട്ടൺ സൺ. യേശു ക്രിസ്തു എന്ന ആ പുത്രനിൽ. ആ താമ്രം എന്ന് പറഞ്ഞാൽ പാപമാണ്. അതുകൊണ്ടാണ് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിങ്ങൾ കാണുന്നത് പൊന്നെന്ന് പറയുമ്പോൾ ദൈവികതയാണ്, കൃപയാണ്. അവന്റെ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുമ്പോൾ അവന്റെ കാലുകൾ താമ്രമാണ്. മനുഷ്യവർഗത്തിന്റെ മുഴു പാപത്തിലേക്കും ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായി അവൻ നിൽക്കുമ്പോൾ, ഹി ഈസ് ദ ടാബർനാക്കിൾ. ആ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെ കാത്ത് നിങ്ങളെ സ്വാഗതം ഓതുന്നത് ആ കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. The showbread is there. This is the invitation to his divine feast, his heavenly feast. ആ ഇൻവിറ്റേഷനിലുള്ള പ്രതികരണമാണ്. അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഈ ആഷാഢി ആഴ്ചയിൽ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഖദിരമരമാണെന്നുള്ള തിരിച്ചറിവിലുള്ള ഏറ്റുപറച്ചിലുകളും ഒടുവിൽ ആ പുറത്തു നിൽക്കാതെ, പുറത്തു നിന്നുള്ള ആ സൗന്ദര്യക്കുറവല്ല, മറിച്ച് അകത്തേക്ക് വന്ന് ആ സൗന്ദര്യത്തെയും ആ ശക്തിയെയും ആ സ്നേഹത്തെയും നമ്മൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് രഹസ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കുമെന്ന് നമ്മൾ പാടുന്നത്. ആ വീട്ടുകാരുടെ രഹസ്യത്തിൽ പങ്കാളികളാകുന്ന ഈ ഒരു വർഷത്തെ നമ്മുടെ ആധ്യാത്മിക പരിവേക്ഷണത്തിൻ്റെ ഏറ്റവും ഒരു പാരമ്യതയാണ് ഈ വിശുദ്ധ നോയമ്പിലെ ഈ ഹാശ ആഴ്ച. ഈ ഹാശ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാം ഹാശ ആഴ്ചയുടെ ഏറ്റവും മികച്ച ഒരു അനുഭവം ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ നിങ്ങളുടെ ഈ ഇടവകയുടെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട തിരുമേനിയോടുള്ള ആദരവിനെ ഒരിക്കൽ കൂടെ സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മർത്തമറിയം അമ്മയുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമേൻ.